UDFന് തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഓട്ടം വെറുതെ ആയില്ല. ഉമ്മൻചാണ്ടിയുള്ള കടം ഇന്ന് പുതുപ്പള്ളി വീട്ടിയിരിക്കുകയാണ്. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും. അടുത്ത ഗവൺമെൻറ് UDF ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇന്നുണ്ടായിട്ടുള്ളത്. പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങൾ പറ്റിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. 10 കൊല്ലം ഭരിച്ച LDFനെ ജനങ്ങൾ റിജക്റ്റ് ചെയ്തു എന്ന് അതിലും ആർക്കും ഒരു സംശയമില്ല. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ആരാണ് കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ആരാണ് കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കാഴ്ചപ്പാടും കഴിവും താല്പര്യമുള്ള ഏത് മുന്നണിയാണെന്ന് ജനങ്ങൾ തീരുമാനിക്കും. റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്ന ആളുകൾ എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ നൽകിയ ഈ വൻപിച്ച ഉത്തരവാദിത്വം വിനയത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം UDF കോൺഗ്രസ് പാർട്ടി നടത്തുന്നതാണ്. കേരള ജനത ഞങ്ങൾക്കൊപ്പം അതിശക്തമായ പിന്തുണ നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഞങ്ങൾ തുറന്നുകാട്ടി. ജനങ്ങളത് മനസ്സിലാക്കി. LDFൻ്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു. UDF ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇതാദ്യമായിട്ട് വളരെ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിലയിരുത്തിയതിനേക്കാൾ വലിയ വിജയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്ന പ്രതീതിയാണ് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമാണ്. 1977 പോലെ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും.